നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ആരാധകർ നെഞ്ചിൽ കൈവച്ചുപോയ നിമിഷം. വാങ്കഡയിൽ ഇന്ത്യ തോൽവി ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ ക്യാച്ച്, അമേരിക്കൻ ബൌളർ ശുഭം രഞ്ജന്റെ കൈകളിൽ നിന്ന് ആ പന്ത് തെന്നി മാറിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് പുതിയൊരു ആയുസാണ്. സൂര്യകുമാർ യാദവ് എന്ന വൻമതിൽ അവിടെ ഉറച്ചുനിന്നില്ലായിരുന്നെങ്കിൽ 100 റൺസ് പോലും തികയ്ക്കാനാവാതെ ഇന്ത്യ ഇന്ന് നാണം കെട്ടേനെ. അമേരിക്കൻ പട ഇന്ത്യയെ വിറപ്പിച്ച ആ നാടകീയ നിമിഷങ്ങളും കളിയിലെ യഥാർത്ഥ വഴിത്തിരിവും എന്തായിരുന്നു? ICCയുടെ T20 ലോകകപ്പിൽ വിജയത്തോടെ തുടങ്ങിയെങ്കിലും നിലവിലെ ചാമ്പ്യന്മാരും കിരീട ഫേവറിറ്റുകളുമായ ഇന്ത്യയെ പലതും പഠിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ ടീം. വാങ്കഡയിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ 29 റൺസിന്റെ വിജയവുമായാണ് ഇന്ത്യ തടിതപ്പിയത്. ഇന്ത്യ നൽകിയ 162 റൺസിന്റെ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ അമേരിക്കയ്ക്ക് 132 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ടൂർണമെന്റിൽ മുന്നോട്ടുള്ള പ്രയാണം പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമാവില്ലെന്നും വലിയ വെല്ലുവിളികൾ കുഞ്ഞൻ ടീമുകൾക്കെതിരെ പോലും നേരിട്ടേക്കാമെന്നും ഈ മത്സരം ഇന്ത്യക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ 49 ബോളിൽ 84 ഇന്നിംഗ്സിനോടാണ് ഇന്ത്യ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ മത്സരവിധിയും മറ്റൊന്നായി മാറിയേനെ. സൂര്യയുടെ വൺമാൻ ഷോയാണ് ടീമിനെ 162 റൺസെന്ന പൊരുതാവുന്ന സ്കോറിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് തന്നെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്കൈയോടല്ല, അമേരിക്കയോട് തന്നെയാണ് ഈ ജയത്തിന് നമ്മൾ നന്ദി പറയേണ്ടത്. ഇതിന്റെ കാരണമെന്താണെന്നറിയാം. നായകൻ സൂര്യകുമാർ യാദവ് പൊരുതി നേടിയ 80+ റൺസ് ഇല്ലായിരുന്നെങ്കിൽ 100 റൺസ് പോലും തികയ്ക്കാനാവാതെ ഇന്ത്യ കൂടാരം കയറിയേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ T20 ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായും അത് കുറിക്കപ്പെടുമായിരുന്നു. ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതിന് ഏറ്റവും വലിയ കാരണം അമേരിക്ക തന്നെ വരുത്തിയ വലിയൊരു പിഴവാണ്. ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റും ഇതുതന്നെയാണ്. പവർ പ്ലേയിലെ അവസാന ഓവറിലെ രണ്ടാമത്തെ ബോളിൽ ഇഷാൻ കിഷൻ പുറത്തായ ശേഷമാണ് നായകൻ സൂര്യകുമാർ യാദവ് 4-ാമനായി ക്രീസിലെത്തിയത്. ശുഭത്തിന്റെ സ്ലോ ബോൾ സൂര്യ മിഡോണിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ എഡ്ജായ ബോൾ നേരെ ബൌളറുടെ കൈകളിലേക്കാണ് വന്നത്. കൈയിൽ കുരുങ്ങിയെന്ന് തോന്നിച്ച നിമിഷം അത് തെന്നിപ്പോയി. റീബൗണ്ടിൽ ഇത് പിടിയൊരുക്കാൻ ശുഭം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സൂര്യ അപ്പോൾ 17 ബോളിൽ വെറും 15 റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ. ഒട്ടും ദുഷ്കരമായിരുന്നില്ല ആ ക്യാച്ച്. എഡ്ജായിരുന്നതിനാൽ അതിന് വേഗതയും അധികമില്ലായിരുന്നു. എന്നിട്ടും ബൌളർക്ക് റിട്ടേൺ ക്യാച്ച് എടുക്കാനായില്ല. ശുഭം ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഇന്ത്യ 5 വിക്കറ്റിന് 63 റൺസിലേക്ക് തകർന്നടിയുമായിരുന്നു. ടീമാവട്ടെ 100 റൺസ് പോലും തികയ്ക്കുന്നതും സംശയമായിരുന്നു. സൂര്യയ്ക്ക് ആ സമയത്ത് ആയുസ് നീട്ടിക്കൊടുത്ത അമേരിക്ക തന്നെയാണ് കളിയിൽ ഇന്ത്യയെ ജയിപ്പിച്ചു വിട്ടത്. സൂര്യയുടെ ആ ഒരൊറ്റ ഇന്നിംഗ്സിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് ഇന്ന് വാങ്കഡെ സാക്ഷ്യം വഹിച്ചേനെ. പക്ഷേ അമേരിക്കൻ ടീം നൽകിയ ആ ഒരു ലൈഫ് സൂര്യ കൃത്യമായി വിനിയോഗിച്ചു. ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് തകർച്ചയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? സഞ്ജു സാംസൺ ടീമിൽ വേണമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും മാച്ച് അനാലിസിസുകളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.